അർപ്പിക്കാൻ സമയമായി. കർത്താവിൻ ബലിയുടെ സമയമായി. ന്യായവും യുക്തവുമായിടുമീ ബലി ദൈവത്തിനർപ്പിക്കാൻ സമയമായി. കുർബാനയർപ്പിക്കാൻ സമയമായി. കർത്താവിൻ ബലിയുടെ സമയമായി. ന്യായവും യുക്തവുമായിടുമീ ബലി ദൈവത്തിനർപ്പിക്കാൻ സമയമായി. ആത്മാർപ്പണത്തിൻ സമയമായി. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാളിൻ്റെ ദിവസമാണല്ലോ. നമ്മുടെ ഇടവക മുഴുവൻ, നമ്മുടെ കുടുംബങ്ങളെ മുഴുവൻ ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ച് പ്രത്യേകം നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഈശോ കനിഞ്ഞു തന്ന ഈ ദിവസത്തെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പം നമ്മുടെ മനസ്സിലുള്ള ചിന്തകളെ ഈശോയെ വിശുദ്ധീകരിക്കാൻ വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഏകദേശം 100 ദിവസങ്ങളായി നമ്മൾ ലോക്ക്ഡൗണിലും പള്ളിയിൽ വരാതെയും അൽമന പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്ന അവസരമാണല്ലോ. എല്ലാവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുമ്പം നമ്മുടെ വിശ്വാസത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തീക്ഷ്ണക്കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈശോയുടെ തിരുഹൃദയത്തോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ കൂടുതൽ തീക്ഷ്ണത നമുക്ക് ലഭിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ ഈ സാഹചര്യം മാറി കൂടുതൽ വിശ്വാസത്തോടെ ആയിരിക്കാനായിട്ടുള്ള വലിയ കൃപ ഈശോയെ തരണേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നത്തെ തിരുബലിയിൽ എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ തന്നെ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള 2 പേര് മരിച്ചുപോയ CP വർക്കി, അതുപോലെ തന്നെ ഡാർലി ലാസർ, ഇവരുടെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകളിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തിരുഹൃദയത്തിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ കുർബാന നമുക്ക് ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം. നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സുലോകത്തിൽ സർവേശ്വരോ സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സുലോകത്തിൽ സർവേശ്വരോ സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം
സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കഥാവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൻ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാരഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദൈവിക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരാ ഞങ്ങളെ കാരുണ്യപൂർവ്വ യോഗ്യരാക്കണമേ. പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴ്ന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും. അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുതിനുമെന്നെന്നും. അനവധ്യൻ മമ നാഥാനിൻ മഹിമയ്ക്കളവിൽ അറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കഥാവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീസുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തെക്കുമാനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തിനു നിത്യമഹോന്നതമാം ഉത്താനം നീ അരുളുന്നു. മർത്തിനു നിത്യമഹോന്നതമാം ഉത്താനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
എൻ്റെ കർത്താവെ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കിടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ആരീം കാൽക്കോൻ ഉഷാബഹു കോലിയമ്മ ലലഹ കന്ദീശ ആലാഹ കന്ദീശ ഹൈസാന കന്ദീശ ലാമായോസ എസരാഹം ആലീം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുധകനും ബലവാനും അമച്ചനുമായി കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവേൻ. യെശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അധ്യായം 52. ആസ്വദിച്ചാലും. മിശിഹാ നിന്നെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ദാസന് ശ്രേയസ് ഉണ്ടാവും. അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും. അവനെ കണ്ടവർ അമ്പരന്നു പോയി. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു. അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല. അവൻ അനേക ജനതകളെ പരിഭ്രാന്തരാക്കും. രാജാക്കന്മാർ അവൻ മൂലം നിശബ്ദരാകും. അവരോട് പറഞ്ഞിട്ടില്ലാത്തവ അവർ കാണും, കേട്ടിട്ടില്ലാത്തവ മനസ്സിലാക്കുകയും. നമ്മൾ കേട്ടത് ആര് വിശ്വസിക്കും? കർത്താവിൻ്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്? തൈച്ചടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുമ്പിൽ. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നാം അവനെ ബഹുമാനിച്ചതും. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും തിട്ടുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപനിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആര് കരുതി? അവൻ ഒരു അതിക്രമവും ചെയ്തില്ല. അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. എന്നിട്ടും ധനികരുടെയും ധനികരുടെയും ഇടയിൽ അവൻ തിരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്ന് കർത്താവിൻ്റെ ഹിതമായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സഹോദരൻ സഭ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ആശീർവദിച്ചാൽ. മിശിഹാ നിന്നെ അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, അഭിലാഷവും അവരെ പ്രതി ദൈവത്തോടുള്ള പ്രാർത്ഥനയും അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്.
അവർക്ക് ദൈവത്തെക്കുറിച്ച് തീക്ഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ അത് പരിജ്ഞാനത്തിൽ അധിഷ്ഠിതമല്ല. എന്നാൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരായതുകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല. വിശ്വസിക്കുന്ന ഏതൊരുവനും നീതിമത്കരിക്കപ്പെടുന്നതിന് മിശിഹാ നിയമത്തിൻ്റെ ലക്ഷ്യമാണ്. എന്തെന്നാൽ നിയമത്തിലൂടെയുള്ള നീതിയെപ്പറ്റി മോശ എഴുതുന്നു, അവർ പ്രവർത്തിക്കുന്ന മനുഷ്യൻ അവ വഴി ജീവിക്കും. മിശിഹായെ താഴേക്ക് കൊണ്ടുവരാൻ മൃഗത്തിലേക്ക് ആര് കയറുമെന്ന് നീ ഹൃദയത്തിൽ പറയരുത്. അഥവാ മിശിഹായെ മരിച്ചവരെ ഉയർത്താൻ പാതാളത്തിലേക്ക് ആര് ഇറങ്ങുമെന്നും അത് എന്താണ് പറയുന്നത്? വചനം, അതായത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിൻ്റെ വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം മരിച്ചവരിൽ ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എന്തുകൊണ്ടെന്നാൽ നീതിമത്കരണത്തിനായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, രക്ഷയ്ക്കായി അധരം കൊണ്ട് ഏറ്റുപറയുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമിൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനോഗ്രഹപൂരിത കവിതൻ തൂലിക പോലിന്നാവിപ്പോ. സാധനു മധുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതി എന്നേക്കും. ആദിമുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 19 വാക്യങ്ങൾ 30 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ. ഈശോ ആ വീഞ്ഞ് രുചിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായച്ച് ആത്മാവിനെ കൈയാളിച്ചു. അത് സാബത്തിനുള്ള ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പിലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കാലുകൾ തകർത്തു. അവർ ഈശോയെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കണ്ടതിനാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികൾ ഒരുവൻ അവൻ്റെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും ജലവും പുറത്തു വന്നു. അതുകൊണ്ട് ആൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് ഞാൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവൻ്റെ അസ്ഥി തകർക്കപ്പെടുകയില്ല എന്ന ലിഖിതം പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു ലിഖിതം പറയുന്നു, ഞങ്ങൾ കുത്തി തുളച്ചവനെ അവർ നോക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാളാണല്ലോ. ആദ്യമേ തന്നെ എല്ലാവർക്കും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു.
നമുക്കറിയാം, നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഈശോയുടെ തിരുഹൃദയ ഭക്തിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ വീടുകളായിരിക്കുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ തിരികൾ കത്തിച്ചു വെച്ച് നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും അല്ലെങ്കിൽ നമ്മുടെ വല്യപ്പനും വല്യമ്മയും ഒക്കെ നമ്മളെ കുരിശ് വരപ്പിക്കാൻ പഠിപ്പിച്ചതും നമ്മുടെ ഹൃദയങ്ങളിൽ ആഴമായ വിശ്വാസത്തിൻ്റെ ബോധ്യം തന്ന് ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുനാളിൽ ആത്മനാ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് നമ്മളെ ഒരുക്കിയതിൻ്റെ പിന്നിൽ എനിക്ക് തോന്നുന്നു ഈശോയുടെ തിരുഹൃദയ ഭക്തിയാണ്. ആ ഭക്തിയിൽ നമ്മളെ ഒരുക്കിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ ആയിരിക്കുക എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വരിക. 1873 വിശുദ്ധ മാർഗ്രറ്റ് മറിയം അലക്കോക്കിന് ഈശോ പ്രത്യക്ഷപ്പെട്ടു. ഇപ്പം നമ്മൾ കാണുന്ന ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപം വിശുദ്ധ മാർഗ്രറ്റ് മറിയം അലക്കോക്കിന് ഈശോ അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ട് അതിപ്പം നൽകിയ അതേ രൂപമാണ്, അതേ ചിത്രമാണ് ഇപ്പം നമ്മൾ തിരുഹൃദയത്തിൻ്റെ രൂപമായിട്ട് നമ്മൾ വെച്ച് പ്രാർത്ഥിക്കുക. ഈ തിരുഹൃദയത്തിൻ്റെ രൂപം നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ തിരുഹൃദയത്തിൽ സ്നേഹാഗ്നി ജ്വാലയുണ്ട്. അതുപോലെ തന്നെ ആ തിരുഹൃദയത്തിന് ചുറ്റും മുള്ളുകൊണ്ടുള്ള ഒരു വള്ളി കെട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും മുകളിൽ ഒരു കുരിശുണ്ട്. വളരെ പ്രതീകാത്മകമായിട്ടാണ് ഈ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപം നമ്മളിന്ന് കാണുക. ഒരു പക്ഷേ ആ രൂപത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പം ഈ കുരിശും ചുറ്റപ്പെട്ട മുള്ളുകൊണ്ടുള്ള കമ്പിയും അല്ലെങ്കിൽ മുള്ളുകൊണ്ടുള്ള ആ വലയവും അതുപോലെ തന്നെ സ്നേഹാഗ്നിയും ഒക്കെ നമ്മുടെ ജീവിതം തന്നെ. ഏകദേശം 12ഓളം അനുഗ്രഹങ്ങളാണ് തിരുഹൃദയ ഭക്തി അല്ലെങ്കിൽ തിരുഹൃദയത്തോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് ലഭിക്കുക എന്നത് വിശുദ്ധ മാർഗ്രറ്റ് മറിയത്തിന് ഈശോ പ്രത്യക്ഷപ്പെട്ട് നൽകുന്നുണ്ട്. അത് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന കാര്യം തന്നെ. നമ്മൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഏത് ജീവിതാന്തസ്സിൽ പ്രവേശിച്ചാൽ ഏത് ജീവിതാന്തസ്സിലാണോ നമ്മൾ ജീവിക്കുക ആ ജീവിതാന്തസ്സിൽ നിലനിൽക്കാൻ തിരുഹൃദയ ഭക്തിയുള്ളവർക്ക് സാധിക്കുന്നു. രണ്ടാമത്തെ കാര്യം, കുടുംബത്തിലായാലും ഏത് സാഹചര്യത്തിലാണ് ഏത് കമ്മ്യൂണിറ്റിയിലായാലും സമാധാനത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കും തിരുഹൃദയ ഭക്തിയിൽ ജീവിച്ചാൽ. അതുപോലെ 12ഓളം കാര്യങ്ങൾ പറയുന്നത് എല്ലാം ഒന്നും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ലെങ്കിൽ തന്നെ മനസ്സിൽ സ്പർശിച്ച 1-2 കാര്യങ്ങൾ, നല്ല മരണം കിട്ടാൻ, അതുപോലെ തന്നെ തീഷ്ണത കുറഞ്ഞവർക്ക് തീഷ്ണത കിട്ടാൻ, തീഷ്ണതയുള്ളവർക്ക് കൂടുതൽ തീഷ്ണത കിട്ടാൻ, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, അതുപോലെ തന്നെ കഠിന പാപികളായ അവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് അച്ഛന്മാർക്ക് തിരുഹൃദയ ഭക്തി ഉണ്ടെങ്കിൽ ഏത് കഠിന പാപിയെയും മാനസാന്തരപ്പെടുത്താൻ പറ്റും തിരുഹൃദയ ഭക്തി ഉണ്ടെങ്കിൽ എന്ന് അതിനകത്ത് പറയുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് പറയുന്ന കാര്യം, ഏറ്റവും 12ാമതായ കാര്യങ്ങൾ പറയുന്ന കാര്യം, പ്രത്യേകിച്ച് അനുഗ്രഹത്തിൻ്റെ 12ാമത്തെ കാര്യം, അത് മറ്റൊന്നുമല്ല, എല്ലാ ആഴ്ച അല്ലെങ്കിൽ ഒരു അടുപ്പിച്ച 9 വെള്ളിയാഴ്ച പള്ളിയിൽ പോവുകയും വിശുദ്ധ കുർബാന കാണുകയും ഈശോയെ സ്വീകരിക്കുകയും കുമ്പസാരിച്ച് ഈശോയെ സ്വീകരിക്കുകയും ചെയ്താൽ നല്ല മരണം കിട്ടും, ദൈവ വരപ്രസാദത്തിൽ മരിക്കാൻ സാധിക്കുമെന്ന വിശുദ്ധ മാർഗ്രറ്റ് മറിയം ത്രേസ്യയ്ക്ക് ഈശോ വെളിപ്പെടുത്തിയ ചില വാഗ്ദാനങ്ങൾ. ഈ വാഗ്ദാനങ്ങളിൽ ഇന്ന് ഈ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ നമ്മൾ ഇന്ന് ആചരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്പർശിക്കുന്ന ചില കാര്യങ്ങളൊക്കെ വേണ്ടിയാലും തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം പല രീതിയിലുള്ള അസ്വസ്ഥതകൾ നിറയുന്നു, വിശ്വാസത്തിന് തീഷ്ണത കുറയുന്നു, അതുപോലെ തന്നെ പല രീതിയിലുള്ള അന്ധവിശ്വാസങ്ങൾ വരുന്നു, പല രീതിയിലുള്ള അസ്വസ്ഥതകൾ, വേദനകളും ദുഃഖങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് അതൊക്കെ മാറാൻ ഇന്ന് ആത്മാർത്ഥതയോടെ ആത്മനാ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഈ അവസരത്തിൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ, തിരുഹൃദയത്തിൻ്റെ മനസ്സ് വിളിച്ച് പ്രാർത്ഥിക്കാൻ കൃപ തരണേ എന്ന് നമ്മുടെ മനസ്സ് സൂക്ഷിക്കാം.
ഇന്ന് നമ്മൾ വായിച്ചു കേട്ട തിരുവചനങ്ങളിലേക്ക് കടന്നു വരുമ്പം യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 31 മുതലുള്ള തിരുവചനങ്ങൾ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രായോഗികമായ ഒരു ചിന്ത തന്ന് നമ്മളെ ഉത്തേജിപ്പിക്കാൻ, നമ്മളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്താൻ പറ്റുന്ന ഒരു ദിവികാരണ ചിന്തയാണ്. ഈ തിരുനാളിൻ്റെ, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാളിൻ്റെ അന്തസത്ത ഏറ്റവും അടിസ്ഥാനം ഉൾക്കൊള്ളുന്നത് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ തിരുവചനങ്ങൾ തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന. നമുക്കറിയാം, ബൈബിളിൽ വായിച്ചു വരുമ്പം ഈശോയുടെ അവസാനം ഈശോ കുരിശിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ, അല്ലെങ്കിൽ മരിച്ചു കഴിയുമ്പോൾ പടയാളികൾ ഒരുവൻ വന്ന് ഈശോയുടെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തുകയും അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകുന്നതും അങ്ങനെ ഒരു സാക്ഷ്യത്തെ പറ്റി പറയുന്നുണ്ട്. ആ പടയാളി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, ഇത് സത്യമാണ്, ഇത് സത്യമാണ്, ഇത് സത്യമാണ് എന്ന് ബൈബിളിൽ 3 പ്രാവശ്യം സത്യം ചെയ്യുന്ന ആ കാഴ്ച കണ്ട ഒരേ ഒരു വ്യക്തി സാക്ഷ്യപ്പെടുത്തുന്നു. 3 പ്രാവശ്യം സാക്ഷ്യപ്പെടുത്തുന്ന തിരുവചനങ്ങളിലെ ഏത് വചനം നമ്മൾ പരിശോധിച്ചാലും ഈ ഒരു സംഭവമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാ, എൻ്റെ ചെവി കൊണ്ട് കേട്ടതാ, ഞാൻ സ്പർശിച്ചതാ, ഞാൻ അനുഭവിച്ചറിഞ്ഞതാ, നിങ്ങൾ വിശ്വസിക്കാൻ പറഞ്ഞുകൊണ്ട് ബൈബിളിൽ ഈ ദീപികാരുണ്യ തിരുനാളിൽ, അല്ലെങ്കിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാളിൽ നമ്മുടെ വിശ്വാസം ആളിക്കത്തിക്കാൻ ഒരിക്കൽ കൂടി തീഷ്ണതയിൽ നമുക്ക് തമ്പുരാനിൽ അടിയുറച്ച് വിശ്വസിക്കാൻ തമ്പുരാൻ തരുന്ന ഈ തിരുവചനം നമ്മുടെ ഉള്ളിലേക്ക് തീർച്ചയായിട്ടും കൊണ്ടുവരണം. സ്നേഹമുള്ളവരെ, ഒന്നാമത്തെ കാര്യം, ഈ പടയാളികൾ ഒരുവൻ ഈശോയുടെ തിരുനാവിൽ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടുന്ന് രക്തവും വെള്ളവും ഒഴിയെന്നാ പറയുക. രക്തം വിശുദ്ധ കുർബാനയാ, വെള്ളം മാമുദീസയാ. വിശുദ്ധ അഗസ്തീനോസിന്റെ പഠനങ്ങളായത് അതിൻ്റെ ആഴങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് അവസരത്തിൽ തീർച്ചയായും നമുക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ കൂടുതൽ നമുക്ക് നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. അതുപോലെ ഇന്ന് ഏറ്റവും പ്രായോഗികമായി ഈ തിരുവചനങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പം നമ്മുടെ മനസ്സിലേക്കൊന്ന് കൂട്ടിക്കൊണ്ടുവരുന്ന നമ്മുടെ ഏറ്റവും പ്രായോഗികമായ ചിന്ത, ഈശോയുടെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരുരക്തം, വെള്ളം. ദുഃഖവെള്ളിയാഴ്ച ആ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ. ഒത്തിരിയേറെ പീഡകൾ സഹിച്ച് കുരിശൻ ചുമന്നുകൊണ്ട് കാൽവരിയിൽ വരെ എത്തിയപ്പോൾ ഈശോയുടെ എല്ലാ രക്തവും വെള്ളവും ഒക്കെ ശരീരത്തിൽ ഒഴുകിപ്പോയിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ തുള്ളി വരെ ഈശോ ഒഴുക്കുകയാ. വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയപ്പം ഹൃദയത്തിൽ നിന്ന് ഏറ്റവും അവസാനത്തെ തുള്ളി വരെ. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കഥയുണ്ട്. ആ കുന്തം കൊണ്ട് കുത്തിയ ആ പടയാളിക്ക് ഒരു കണ്ണേ കാഴ്ചയുള്ളൂ, മറ്റേ കണ്ണ് കാഴ്ചയില്ലായിരുന്നു. അയാളുടെ കുന്തം കൊണ്ട് കുത്തിയപ്പം ഈശോയുടെ വിലാപ്പുറത്തുനിന്ന് അവസാനത്തെ തിരുരക്തം വെള്ളം വീണത് ഈ ലുക്കീനോസ് എന്നറിയപ്പെടുന്ന പടയാളിയുടെ കണ്ണിലേക്കാണ്. അങ്ങനെ കണ്ണിന് കാഴ്ച കിട്ടിയ കാര്യമൊക്കെ നമുക്ക് ഈ തിരുഹൃദയ ഭക്തി നമ്മൾ വളർത്തുമ്പോൾ സഹായിക്കുന്ന പിന്നാമ്പുറ കാഴ്ചകളാണ്, അല്ലെങ്കിൽ വായനകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒറ്റ കാര്യം മതി. പ്രത്യേകിച്ച് ഈ ജൂൺ മാസം 19-ാം തീയതി ഈശോയുടെ തിരുനാൾ, അല്ലെങ്കിൽ ഈശോയുടെ ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പം നമ്മുടെ മനസ്സിലേക്ക് സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഈ അൾത്താരയിൽ തിരുബലി അർപ്പിക്കപ്പെടുമ്പോൾ ഈശോയുടെ അവസാനത്തെ തുള്ളി നമുക്ക് വേണ്ടി ഈശോ ഒഴുകുന്നു. നമുക്കറിയാം, ഒത്തിരിയേറെ അസ്വസ്ഥതകൾ വരുന്നു. വിശ്വാസത്തിൻ്റെ, അല്ലെങ്കിൽ പല രീതിയിലുള്ള തീക്ഷ്ണതക്കുറവിൻ്റെ, അതുപോലെ അനുസരണത്തിൻ്റെതായ, അല്ലെങ്കിൽ പല രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങൾക്കുണ്ടാകാം. ഇന്ന് ആത്മനാ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന അവസരത്തിൽ നമ്മുടെ ഒറ്റ പ്രാർത്ഥന മതി, ഈശോ, നീ എനിക്കായി കരുതിയിരിക്കുന്ന നിന്റെ അവസാനത്തെ തുള്ളി രക്തം എനിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ശരീരത്തിലേക്ക്, എൻ്റെ മനസ്സിലേക്ക്, എന്നെ വേദനിപ്പിക്കുന്ന ആളുകളിലേക്ക്, എൻ്റെ അസ്വസ്ഥതയ്ക്ക് കാരണമായവരുടെ ഒക്കെ നാശം ആഗ്രഹിക്കുന്ന എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പുതുജന്മം തന്ന്, നല്ല മാതൃക തന്ന്, അവരുടെ നാശമല്ല നീ ആഗ്രഹിക്കേണ്ടത്, അവരുടെ നന്മയാണ് ആഗ്രഹിക്കേണ്ടതെന്ന് പഠിപ്പിച്ച ഈശോയുടെ തിരുഹൃദയം നല്ല മാതൃകയായി മാറട്ടെ. അതുകൊണ്ട് 3-4 കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. നമ്മളെ വേദനിപ്പിച്ചവരെ ഓർക്കണം. ഇന്ന് ഏതെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അത് ഓർക്കണം.
നമ്മുടെ കുറ്റം പറഞ്ഞവരെ ഓർക്കണം. ഏതെങ്കിലും രീതിയിൽ അസ്വസ്ഥതയുടെ, വേദനയുടെ, ദുഃഖത്തിൻ്റെതായ മേഖലകളിൽ നമ്മുടെ വെന്ത് നീറുന്നവരുടെ നാശം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മാതൃക, ഈശോ തൻ്റെ അവസാന തുള്ളി രക്തം വരെ തൻ്റെ തിരുഹൃദയം കുത്തിത്തുറന്നവൻ്റെ കണ്ണിലേക്കൊഴുക്കി അവന് കാഴ്ച കൊടുത്ത ആ പൊന്നു തമ്പുരാൻ്റെ നല്ല മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ ഒത്തിരി സന്തോഷം കിട്ടും, ഒത്തിരി സമാധാനം കിട്ടും, ഒത്തിരി ആശ്വാസം കിട്ടും. അതാണ് വിശുദ്ധ മാർഗരറ്റ് മറിയത്തിൻ്റെ ദർശനം. അതാണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആ രൂപം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്വർഗീയ മാർട്ടിസം സ്വീകരിച്ചുകൊണ്ട് ആത്മനാ തീഷ്ണതയുള്ളവരായി നമ്മൾ ഏത് ജീവിത സാഹചര്യങ്ങളിൽ ജീവിച്ചാലും, ഏത് ജീവിച്ചാലും ഈശോയെ എനിക്ക് കൃപ തരണേ, എൻ്റെ ദൈവവിളിയിൽ അടിയുറച്ച് ജീവിക്കാൻ, കൂടുതൽ തീഷ്ണ നൽകാൻ, എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ, എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ, അല്പവും കൂടി നന്നായിട്ട് നല്ലൊരു യൂത്തായി, മകനായി, മകളായി ജീവിച്ച് മരിക്കാൻ ഈശോയുടെ തിരുഹൃദയത്തോട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഈശോയുടെ തിരുഹൃദയം ഇന്ന് നമുക്ക് തരട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പെന്തകുസ്ത തിരുനാളിൽ സ്ലീഹന്മാരുടെ തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ സ്നേഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ തോമസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വിശുദ്ധ കുദാശകളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ലീഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. രോഗികളെ സുഖപ്പെടുത്തുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരെ ശുശ്രൂഷിക്കുന്നവരെ രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കുകയും കൊറോണ വൈറസ് ബാധയിൽ നിന്ന് സകലരെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് സ്ലിഹന്മാരെ നിറച്ച കർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിൻ്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമാം വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമൈ നിടവുമിതാ
ഭയങ്ങളോടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവ നിരയോടു ചേർന്നീവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. സുതരുടെ പ്രേക്ഷിതരേ ഏകജ സ്നേഹിതരേ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവ്വരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മർത്തോമായേയും സാക്ഷികളെയും സക്രമികളെയും ബലിയിലോ നമ്മുടെ കൂടെ ബലവാന കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു മൃതരെല്ലാരും മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉത്തിതരായിടുവാൻ. തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും നോവും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. ഈശോയുടെ തിരുഹൃദയ തിരുനാളിൽ നമ്മുടെ വിശ്വാസ പ്രമാണം ഒരിക്കൽ കൂടി ഏറ്റുചൊല്ലാൻ ഈശോ നമുക്ക് കൃപ തന്നു. ആ കൃപയനുസരിച്ച് വിശ്വാസ സത്യങ്ങൾ നമുക്ക് ഏറ്റുചൊല്ലാം. സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും
ഏക കർത്താവുമായ യേശുമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏക സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധവും ശ്ലാഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരേ, മിശിഹായുടെ സ്നേഹത്തെ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കൃപയും ദൈവപിതാവിൻ സ്നേഹമതും രൂഹാതൻ സഹവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരൻ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരൻ. പൂർവപിതാവാം അബ്രാഹം ഇസ്ഹാക്ക് യാക്കോബിന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ
സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലി അർപ്പിപ്പോ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. അഗ്നിമേന്മാരും മരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും മരുവികളുമായ കൃപന്മാരോടും സാപ്രന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന, കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനം ധന്യൻ. ഉന്നത വീതിയിലോശാന, ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മസാധനം അങ്ങയോട് സദസ്സനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ്ണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിമിത്തന അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിമിത്തന വിധേയനാകുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന, പ്രത്യേകിച്ച് ആത്മനാൽ പങ്കെടുക്കുന്ന എല്ലാവരും ഈശോയുടെ തിരുശരീരക്തങ്ങളിൽ നിന്ന് യോഗ്യതയോടെ സ്വീകരിക്കാൻ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആചരിക്കുന്ന ഇന്നേ ദിവസം അല്പം കൂടി തീഷ്ണത ഈശോയെ എനിക്ക് തരണേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. വിശുദ്ധ മാർഗരറ്റ് മറിയം അലക്കോക്കിനിലൂടെ ഈശോ വെളിപ്പെടുത്തിയ ആ 12 കാര്യങ്ങളിൽ ചില കാര്യങ്ങളേലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്ന ദൈവവിളിയിൽ ഉറച്ചു നിൽക്കാനായിട്ടുള്ള വലിയ കൃപ തിരുഹൃദയ ഭക്തി ഉള്ളവർക്ക് സാധിക്കുമെന്ന് വെളിപ്പെടുത്തി ആ വലിയ അനുഗ്രഹം ഇന്ന് ദൈവവിളി സ്വീകരിച്ചിട്ടുള്ള പ്രത്യേകിച്ച് എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് ഒത്തിരി അസ്വസ്ഥതകളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ ദുഃഖങ്ങൾ മാറാൻ നമുക്ക് ആത്മാർത്ഥമായി നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള, നമ്മുടെ കുടുംബത്തിലുള്ള, നമ്മുടെ ഇടവകയിലുള്ള, നമ്മുടെ കുടുംബവുമായി ഏറ്റവും ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സമർപ്പിതരെയും ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും തീഷ്ണത കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ തീഷ്ണത അവർക്ക് കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം.
അതുപോലെ തന്നെ കുടുംബജീവിതം നയിക്കുന്നവർക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പല രീതിയിലുള്ള അസ്വസ്ഥതകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ COVID-19 എന്ന രോഗഭീതിയിൽ ലോകം മുഴുവൻ മുഴുകിയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളായിരിക്കുന്ന ഈ മഹാരാഷ്ട്രയിൽ മനസ്സിലൊരു അസ്വസ്ഥത നിറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളായിരിക്കും നമ്മുടെ കുടുംബത്തെ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കാം. കൃപയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള അവിശ്വസ്തതയുടെ, വിശുദ്ധിയില്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള മേഖലകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി തിരുഹൃദയ ഭക്തിയിൽ വളരാനായിട്ട് നമ്മളെ സഹായിച്ച നമ്മുടെ മാതാപിതാക്കളെ ഓർത്തുകൊണ്ട് ഇപ്പോൾ അതേ കടമകൾ ചെയ്യുന്ന, കുടുംബജീവനം നയിക്കുന്ന ഓരോ അപ്പനെയും അമ്മയും സമർപ്പിച്ച് എല്ലാ തീക്ഷ്ണതക്കുറവും മാറാൻ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കാൻ ഈശോ ഇന്ന് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ തിരുഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാം, ഈശോയെ സ്വീകരിക്കാൻ. കഥാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇതു പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇതു പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസൻ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. എന്നെ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അറ്റപ്പതിച്ചുവോ ഞങ്ങളെ സമർപ്പിക്കുകയും ബ്രതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കു വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്തായ്ക്കു വേണ്ടിയും ഞങ്ങളുടെ പിതാവും മെലറ്റുഷനുമായ മാർ തോമസ് മെത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരന്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാമിരം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും
അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപുരം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യരായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളുടെ കഥാവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനും കൃപാധിക്യത്തിനും യോജിച്ചവരും അങ്ങയുടെ ജനത്തോടും എളിയവനായ എന്നോടും വർദ്ധിക്കണമേ. എൻ്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്കവിധം അങ്ങ് പ്രവർത്തിക്കരുതേ. അങ്ങയുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനം യോഗ്യരാകട്ടെ. കഥാവായ ദൈവമേ, എളിയവരും ബലഹീനരും ക്ലേശരുമായ ദാസരങ്ങൾ നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശു മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭൈവത്യജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കൃപാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഏർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വരാജ്യത്തിൽ ലഭമായ ജീവിതത്തിനും കാരണമാകട്ടെ. കഥാവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവകവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവനായകമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുത്യകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവ മരിക്കുകയില്ല, പ്രചുര പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമൊടിഞ്ഞി കൈക്കൊള്ളുവോൻ എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും
നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാമോചനയും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കഥാവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലഗതിയേരും പ്രസന്നവദനും നിഷ്കലങ്കരുമായി ആഭരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്നങ്ങ് വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവനെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. അരുവിക്കടുത്ത ദീപികാരുണ്യ സ്വീകരണം പ്രാർത്ഥന എല്ലാവരും ഏറ്റുചൊല്ലുക. സ്നേഹനിധിയായ ഈശോയെ, സ്നേഹനിധിയായ ഈശോയെ, പരിശുദ്ധ കുർബാനയിൽ സത്യമായും സജീവമായും അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങ് എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങയെ കൗദാശികമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകയാൽ ഈശോയെ, ആത്മീയമായി അങ്ങയുടെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ. അങ്ങിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നുവെന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരേ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
അപ്പമായി ഇന്നിയൽ താരയിൽ വന്നു വാഴും സ്വർഗരാജനീശോ. അപ്പമായി ഇന്നിയൽ താരയിൽ വന്നു വാഴും സ്വർഗരാജനീശോ. ധന്യമാമീ വേളയിൽ പുണ്യമായി നീ ഞങ്ങളിൽ വാവാ. അപ്പമായി ഇന്നിയൽ താരയിൽ വന്നു വാഴും സ്വർഗരാജനീശോ. നിത്യപുരോഹിതനായ ഈശോ അങ്ങേ ദാസന്മാരാ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റണമേ. അങ്ങയുടെ കൂടെ ആയിരിക്കാനും വചനം പ്രഘോഷിക്കാനും തിന്മയെ ചെറുക്കാനും അവർ സദാ ഉത്സുകരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവിടെ ആനന്ദവും ആശ്വാസവും പരത്തിനെത്തി സൗഭാഗ്യത്തിന്റെ മകുടവും ആയിത്തീരട്ടെ. ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യസ്തരെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. വൈദ്യയുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുത്തരഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കഥാവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങയുടെ ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ ബലി വഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കുവാൻ നിങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവ് മുതലും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായെ, നിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് നീ ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് നിനക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സ്നേഹപിതാവാം സകലേശൻ സൃഷ്ടിച്ചല്ലോ മാനവരെ, രക്ഷിച്ചങ്ങേ തിരുസുധനായി നൽകിയുക ദാനങ്ങൾ. ദിവ്യരഹസ്യം കൈക്കൊള്ളും നമ്മെ നയിക്കും നിഖിലേശൻ. പാടാം ദൈവസ്തുതികൾ നാം, വാഴ്ത്താമെന്നും തിരുമുമ്പിൽ. ആമേൻ.
യേശുൻ പ്രേക്ഷിതരായി നയിക്കട്ടെ. രക്ഷക കൃപയും ആനന്ദം സ്നേഹവുമൊപ്പം ൂകാരം സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ആമീൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ നിന്ന് ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ എന്നറിഞ്ഞുകൂടാ. ഇന്ന് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാളായതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വീടുകൾ ഈ വർഷം വെഞ്ചരിക്കാനായിട്ടുള്ള സാഹചര്യം ഇതുവരെ നമുക്ക് സാധിക്കാത്തത് കൊണ്ടും നമ്മുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാളിൻ്റെ ദിവസം തന്നെ നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പ്രതിഷ്ഠാദിപം അച്ഛൻ ഏറ്റുചൊല്ലുമ്പം നിങ്ങളത് ഏറ്റുചൊല്ലുക. സാധിക്കുന്ന ആത്മന പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഇന്ന് പ്രത്യേകം ചെയ്യുക. ഏതെങ്കിലും കാരണത്താൽ ഇന്ന് കുർബാനയ്ക്ക് സാധിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പ്രതിഷ്ഠാജപം നിങ്ങൾ ചൊല്ലണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അച്ഛൻ ചൊല്ലിച്ചിരുന്ന പ്രാർത്ഥന എല്ലാവരും ഏറ്റുചൊല്ലുക. പരിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനുമായി അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങയുടേതാകുന്നു. അങ്ങയുടേതായി തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ തിരുഹൃദയത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ സമർപ്പണത്തെ കരുണാപൂർവം സ്വീകരിക്കണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീകവും ലൗകികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ദിവ്യനാഥ, അങ്ങേക്കെതിരായി ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇനിമേൽ അങ്ങേ തിരുമനസ്സിന് അനുയോജ്യമാം വിധം ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. കരുണാനിധിയായ ഈശോയെ, ഞങ്ങളുടെ മാതാവായ തിരുസഭയെയും ഞങ്ങളുടെ രൂപതയെയും ഞങ്ങളുടെ ഇടവകകളെയും സ്ഥാപനങ്ങളെയും അങ്ങ് കാത്തുപരിപാലിക്കണമേ. അങ്ങേ പ്രതിനിധിയായ മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും മറ്റ് അജപാലകരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ദൈവമഹത്വത്തിനായിട്ടുള്ള അവരുടെ ഉദ്യമങ്ങൾ സഫലമാക്കണമേ. ഭക്തി തീഷ്ണതയുള്ള ധാരാളം വൈദികരെയും സന്യാസിനികളെയും അൽമായ പ്രേക്ഷിതരെയും സഭയ്ക്ക് പ്രദാനം ചെയ്യണമേ. ദിവ്യനാഥ, ഇപ്പോൾ അങ്ങേ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ആശീർവദിക്കണമേ. രോഗികളോടും മരണവേദന അനുഭവിക്കുന്നവരോടും
വേദന അനുഭവിക്കുന്നവരോടും കരുണ കാണിക്കണമേ. കരുണ കാണിക്കണമേ. പാപികളെ മാനസാന്തരപ്പെടുത്തുകയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ മോചിപ്പിക്കുകയും ചെയ്യണമേ. സ്നേഹരാജനായ ഈശോ, ഞങ്ങളുടെ രാജ്യത്തെ കരുണാപൂർവം കടാക്ഷിക്കണമേ. എല്ലാ അസ്വസ്ഥതകളിലും വിപത്തുകളിൽ നിന്ന് അതിനെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ വിദ്യാലയങ്ങളെയും ആതുരാലയങ്ങളെയും മറ്റു സ്ഥാപനങ്ങളെയും ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഈ പ്രതിഷ്ഠയും യാചനകളും അങ്ങയുടെ പ്രിയമാതാവും ഭാരതരാജ്ഞിയുമായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയം വഴി അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ആമേൻ. ഇന്നത്തെ സുഹൃദേവം ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങേക്കെതിരായി പാപം ചെയ്യുന്നതിന് മുമ്പ് എന്നെ മരിപ്പിക്കണമേ. അങ്ങേക്കെതിരായി പാപം ചെയ്യുന്നതിന് മുമ്പ് എന്നെ മരിപ്പിക്കണമേ. ഈശോയുടെ ദിവ്യഹൃദയമേ, ഈശോയുടെ തിരുഹൃദയമേ, അങ്ങേക്കെതിരായി പാപം ചെയ്യുന്നതിന് മുമ്പ് എന്നെ മരിപ്പിക്കണമേ. അങ്ങേക്കെതിരായി പാപം ചെയ്യുന്നതിന് മുമ്പ് എന്നെ മരിപ്പിക്കണമേ. ഈശോയുടെ ദിവ്യഹൃദയമേ, ഈശോയുടെ തിരുഹൃദയമേ, അങ്ങേക്കെതിരായി പാപം ചെയ്യുന്നതിന് മുമ്പ് എന്നെ മരിപ്പിക്കണമേ. അങ്ങേക്കെതിരായി പാപം ചെയ്യുന്നതിന് മുമ്പ് എന്നെ മരിപ്പിക്കണമേ. ഇന്നത്തെ സൽക്രിയ ഉപദേശം നൽകി ആരെയെങ്കിലും തിന്മയിൽ നിന്ന് അകറ്റുന്നതിനായി പരിശ്രമിക്കുക. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അതുപോലെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസിക്കുന്നു. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുൻപിലാദരവോടെ നിൽക്കൂ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുൻപിലാദരവോടെ നിൽക്കൂ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുൻപിലാദരവോടെ നിൽക്കൂ. ഈ കുടുംബത്തിൻ്റെ ദൈവവും കർത്താവും നീയാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുൻപിലാദരവോടെ നിൽക്കൂ. ആ
ഞങ്ങളെല്ലാവരും സ്നേഹത്തിലും പുണ്യമാർഗത്തിലും നിത്യം ചരിച്ചിടട്ടെ. ഞങ്ങളെല്ലാവരും സ്നേഹത്തിലും പുണ്യമാർഗത്തിലും നിത്യം ചരിച്ചിടട്ടെ. നിത്യ സൗഭാഗ്യത്തിൽ